ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി കമന്റ് സെക്ഷനിലൊക്കെ മെസ്സേജ് കാണാൻ തുടങ്ങിയിട്ട് എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന്. ഞാൻ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും, പക്ഷെ അത് ഷൂട്ട് ചെയ്യാനായിട്ടും എഡിറ്റ് ചെയ്യാനായിട്ടും ഒന്നും ഒരു മൂഡ് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോസ് ഇടാണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് കണ്ടിട്ടും ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയാ, ഷോക്കിലാണോ മരവിപ്പിലാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ഇടാനുള്ള ഒരു മനസ്സ് ഇതുവരെ വരാത്തത്. അതേപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സിനകത്തും ഒരുപാട് പേര് വയനാട്ടുകാരുണ്ട്. അപ്പൊ അവരൊക്കെ സേഫ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നമ്മുടെ 2 ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൊക്കെ ഞാൻ മെസ്സേജ് ഇടാറുണ്ടായിരുന്നു, എല്ലാവരും സേഫ് അല്ലേ എന്ന്. അപ്പം കുറെ പേരൊക്കെ സേഫ് ആണ് എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ടു. കുറെ പേരുടെ ഒക്കെ റിലേറ്റീവ്സിനൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഈ വീക്ക് നമ്മളൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഒന്നിനും സാധിച്ചില്ല. അപ്പൊ നമ്മളെല്ലാവരും എന്താ പറയാ, ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വയനാടിന് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ ഒരു Q&A വീഡിയോ ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു Q&A ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കിടപ്പുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യാം, ഞാൻ ഒന്ന് ഓക്കെ ആയതിനു ശേഷം ചെയ്യാം. പക്ഷെ ഇന്ന് ഞാൻ ഒരു ക്വിക്ക് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ എനിക്ക് വന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു അതിന്റെ ഒരു മോട്ടീവ്, അതിന്റെ പുറകിലുള്ള ഒരു മോട്ടീവ് ഇതാണ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, IF ചെയ്യുന്ന സമയത്ത് രാവിലെ ലെമൺ വാട്ടറിൽ തേന് ഒഴിച്ചിട്ട് കുടിക്കാമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ആളുകൾ കറക്റ്റ് ആയിട്ട് അത് ആളുകളിലേക്ക് റീച്ച് ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ Q&A ചെയ്യാമെന്നും വിചാരിച്ചത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ ക്ലാരിഫിക്കേഷൻ തരാം. അതുകൂടാതെ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ സമയത്ത് രാവിലെ വെറും വയറ്റിൽ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ പറ്റാവുന്ന, അതേസമയം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എടുക്കാൻ പറ്റാവുന്ന കുറച്ച് മോർണിംഗ് ഡ്രിങ്ക്സും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാവർക്കും എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ഈറ്റിംഗ് വിൻഡോ ഉണ്ടാവും, ഒരു ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ടാവും. ഈറ്റിംഗ് വിൻഡോയ്ക്കകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡയറ്റ് പ്രകാരമുള്ള പിന്നെ ഫുഡുകളൊക്കെ നമുക്ക് എടുക്കാം. ഫാസ്റ്റിംഗ് വിൻഡോ ആയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു നമ്മൾ രാവിലെ എടുക്കുന്ന ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആണ്. ചില ഡ്രിങ്കുകളൊക്കെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചില ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവോ എന്ന് സംശയമുള്ളവരുണ്ടാവാം. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കലോറി ഉള്ള ഫുഡ് പോലും അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് പോലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എടുക്കുന്ന ഒരു മോർണിംഗ് ഡ്രിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതെ വേണം നമ്മളത് കുടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ 7 o'clock ഒക്കെയാണ് ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതെങ്കിൽ അത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ തരത്തിലുള്ള ഒരു ഡ്രിങ്ക് ആണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. അപ്പൊ ആ ഒരു സമയം മുതലായിരിക്കും പിന്നീട് നമ്മുടെ ഈറ്റിംഗ് വിൻഡോ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവർ മോർണിംഗ് കുടിക്കുന്ന ഈ ഒരു ഡ്രിങ്കിൽ കുറച്ച് നിങ്ങൾ ശ്രദ്ധ വെക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈ കലോറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുന്നത്. പ്രത്യേകിച്ച് ഈ തേന് പോലെയുള്ള കാര്യങ്ങൾ. പലരും ഈ ലെമൺ വാട്ടറിനകത്ത് തേന് മിക്സ് ചെയ്ത് കുടിക്കുക, അല്ലെങ്കിൽ ശർക്കര മിക്സ് ചെയ്ത് കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുടിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. കാരണം ഹണി എന്ന് പറയുന്നത് ഹെൽത്തി ആണ്, പക്ഷേ ഹൈ കലോറി ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ ആണ്. അപ്പൊ അത് നമ്മൾ ഒരു ഡ്രിങ്കിൽ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ പോലും നമ്മുടെ ഫാസ്റ്റിംഗ് എന്തായാലും ബ്രേക്ക് ആവും. അപ്പൊ അങ്ങനെയുള്ള കലോറി ഡെൻസ് ആയിട്ടുള്ള പിന്നെ ഡ്രിങ്കുകളൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് കുടിക്കാതിരിക്കുക. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഫാസ്റ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 5 മോർണിംഗ് ഡ്രിങ്ക്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ജീര വാട്ടർ ആണ്. ഒരുവിധം എല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കോമൺ ആയിട്ട് കുടിക്കുന്ന ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണ് ജീര വാട്ടർ. ഈ ജീര വാട്ടർ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ബ്ലോട്ടിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഈ ഒരു ജീര വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും പിന്നെ നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനായിട്ടും ഒക്കെ ഈ ഒരു ജീര വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിൽ അതിന്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും. അപ്പൊ ജീര വാട്ടർ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതെ കുടിക്കാൻ പറ്റാവുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണ്. അപ്പൊ ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് വേണമെങ്കിൽ തലേന്ന് ജീര ഒരു ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ ജീര നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് അങ്ങനെ തന്നെ മൂടി വെക്കാം. പിറ്റേന്ന് അത് അരിച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് 1 ടീസ്പൂണ് ജീരയിട്ട് തിളപ്പിച്ച് ആ ചൂടോടെ, നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ആ ഒരു ചൂടോടെ ജീര വാട്ടർ കുടിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഫെനൽ സീഡ് വാട്ടർ ആണ്, പെരുംജീരകത്തിന്റെ വെള്ളം. അതും ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കൂളിംഗ് എഫക്റ്റ് ആണ് നമ്മുടെ ബോഡിക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഹാർഡ് ബേൺ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വയറിങ്ങനെ പുകഞ്ഞു വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ചിലർക്ക് രാവിലെ എണീച്ച്, അതൊക്കെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി, അല്ലെ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഫെനൽ സീഡ് വാട്ടർ നമ്മൾ ഹെൽപ്പ് ചെയ്യും.
ഈ ഒരു വാട്ടറും നമ്മുടെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീര വാട്ടർ കുടിച്ച അതേ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ ഇതും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നിൽ നമുക്ക് തലേന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങനെ ഓവർനൈറ്റ് വെച്ചിട്ട് കുടിക്കാം, അല്ലെങ്കിൽ മോർണിംഗിൽ ജസ്റ്റ് നമുക്ക് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും കുടിക്കാവുന്നതാണ്. അടുത്ത മോർണിംഗ് ഡ്രിങ്ക് ഫെനുഗ്രീക് വാട്ടർ ആണ്. അതായത് നമ്മുടെ ഉലുവയുടെ വെള്ളം. ഇത് ആക്ച്വലി നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോർണിംഗ് ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ ഫാറ്റ് ലോസിനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ PCOD തൈറോയ്ഡ് ഒക്കെ ഉള്ളവർക്കും ഈ പീരിയഡ്സ് ഇറഗുലർ ആയിട്ടുള്ളവർക്കും ഒക്കെ ഫെനുഗ്രീക് വാട്ടർ ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് എംപ്റ്റി സ്റ്റൊമക്കിൽ. ഓവർനൈറ്റ് ഒക്കെ വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കയ്പ് ഉണ്ടാവും, പക്ഷെ അത് ഓക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ഉള്ളവർ ഇത് കുടിക്കുകയാണെങ്കിലും PCOD ഉള്ളവരൊക്കെ ഇത് കുടിക്കുകയാണെങ്കിലും വളരെയധികം നല്ലതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ വിശപ്പ് കുറയ്ക്കാനായിട്ടും ഫെനുഗ്രീക് വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സിനമൺ വാട്ടർ ആണ്. അതായത് നമ്മുടെ കറുവാപ്പട്ടയിട്ട വെള്ളം. അതും പലരും കുടിക്കുന്നതാണ്. പ്രത്യേകിച്ച് PCOD തൈറോയ്ഡ് ഒക്കെ ഉള്ളവർക്ക് രാവിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ സിനമൺ വാട്ടറും ഫെനുഗ്രീക് വാട്ടറും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റീവ് ഉള്ളവർക്കും സിനമൺ വാട്ടർ വളരെയധികം നല്ലൊരു ഓപ്ഷൻ ആണ്. ഇത് നമ്മുടെ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജിഞ്ചർ വാട്ടർ ആണ്. ഇത് നമുക്ക് തലേന്ന് തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേന്ന് കുടിക്കാവുന്നതാണ്. ചെറിയ രീതിയിൽ ചൂടാക്കി കുടിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ആയിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. ജിഞ്ചറിന് തെർമോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മളെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനും ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഒക്കെ ജിഞ്ചർ വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 5 ടൈപ്പ് ഓഫ് മോർണിംഗ് ഡ്രിങ്ക്സും നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതെ കുടിക്കാൻ പറ്റാവുന്ന ഡ്രിങ്കുകളാണ്. ഇതല്ലാതെയും പല ഡ്രിങ്കുകളുണ്ട്, പ്രത്യേകിച്ച് ലെമൺ വാട്ടർ, അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ. ഇതൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. പക്ഷേ ലെമൺ വാട്ടർ ഒക്കെ കുടിക്കുമ്പോൾ ചിലർക്ക് ഈ ഒരു ഹാർട്ട് ബേൺ ഇഷ്യൂസും അല്ലെങ്കിൽ അസിഡിറ്റി ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു 5 ഡ്രിങ്കിൽ ഏത് ഡ്രിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിച്ചു നോക്കാവുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, തേന് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കും നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ സമയത്ത് അലൗഡ് അല്ല. നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. അപ്പൊ നിങ്ങൾ ഏത് ഡ്രിങ്കാണ് ഇത്രയും കാലമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഉടനെ തന്നെ നമുക്ക് പുതിയ ചാലഞ്ച് ആയിട്ടും അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കും. ബൈ.